ശ്രീ സ്വരാജ്, അശ്വമേധം കളി വരട്ടെ, അതിനു മുമ്പ് ഒരു കവിത ചൊല്ലൂ. കവിതയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബോറായിട്ട് കവിത ചൊല്ലുന്ന ആളേക്കാൾ ബോറായി ചൊല്ലുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഈണത്തിൽ താളത്തിലൊന്നും കവിത എനിക്കറിയില്ല. ചൊല്ലൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, കവിത ചൊല്ലൂ എന്ന് പറഞ്ഞത് കവിത കരയൂ, കവിത പറയൂ, കവിത കേഴൂ എന്ന അർത്ഥത്തിലാണ്. കവിത പാടാനുള്ളതല്ലല്ലോ, അത് പറയാൻ കൂടിയുള്ളതല്ലേ. തീർച്ചയായിട്ടും ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോമനെ. എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ. ആനന്ദധാര. ആനന്ദധാര. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണ് എനിക്കോമനെ. ഇന്നുമെൻ പാനപാത്രം നിറയ്ക്കുന്നു നിന്ന സാന്നിധ്യം പകരുന്ന വേദന. അങ്ങനെയാണ് ചിലരുടെയൊക്കെ അസാന്നിധ്യം പകരുന്ന വേദന വളരെ വലുതാണ്. സ്വരാജ്, അശ്വമേധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വർത്തമാനകാലത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു ദശാസന്ധിയിലാണ്. മംഗൾയാൻ വിജയകരമായി യാത്ര പൂർത്തിയാക്കിയ അതേ ദിവസം കോട്ടയം ജില്ലയിൽ ഒരു കുഞ്ഞു ജനിച്ചതുവരെ വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകരുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൊവ്വയിൽ മനുഷ്യൻ അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ, അവൻ്റെ വിജ്ഞാനം എത്തി നിൽക്കുമ്പോൾ അപ്പോഴും ചൊവ്വാദോഷത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലത്തിൻ്റെ നടുവിൽ എന്താണ് സ്വരാജിന് കേരളത്തിലെ യുവാക്കളോട് പറയാൻ? യൗവനം പൊരുതുവാനുള്ളതാണ് എല്ലാ അനീതികൾക്കുമെതിരെ. പ്രാണന്റെ അംശം അവശേഷിക്കുന്ന കാലത്തോളം നമുക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും തെറ്റെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾക്കെതിരായി ചൂണ്ടുവിരൽ ഉയർത്താനും നമുക്ക് കഴിയണം. അതാണ് എനിക്ക് പറയുന്നത്. വിരലുകൾ ചൂണ്ടാനുള്ളതാണ്, ഹൃദയം പ്രതികരിക്കാനുള്ളതാണ്, സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ളതാണ്. അതിൻ്റെ ആഘാതം എന്തു തന്നെയായാലും വിളിച്ച് പറയാനുള്ളത്. ഒരു വാക്കും പകുതിയിൽ വെച്ച് വിഴുങ്ങാനുള്ളതല്ല പറയാനുള്ളത്. ഒരു അമ്പും പകുതിയിൽ നിന്ന് പിൻവലിക്കാനുള്ളതല്ല. ഓൾ ദ ബെസ്റ്റ് സ്വരാജ്. നമുക്ക് ആരംഭിക്കാം. സ്വരാജ്, താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ, ഏഷ്യൻ, ഇന്ത്യൻ, ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോ. സാധാരണഗതിയിലാണോ മരിച്ചത്? അല്ല. സ്പോർട്സ് ആണോ? നോ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? രാഷ്ട്രീയം. മലയാളി? നോ. സൗത്ത് ഇന്ത്യൻ? നോ. 10 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ എനിക്കും സ്വരാജിനും ഇടയിൽ ഇനി 11 ചോദ്യങ്ങളില്ല, കേവലം 8 ചോദ്യങ്ങൾ. സ്വരാജ് ഇതുവരെ ഒരു ലൈഫ് ലൈൻ സ്വീകരിച്ചിട്ടുമില്ല. വളരെ വേഗത്തിലാണ് 10 ചോദ്യങ്ങൾ കടന്നു പോയത്. 10 കഴിഞ്ഞാൽ പിന്നെ ആപത്ത് എന്ന് പണ്ടാരോ പറഞ്ഞു. എനിക്കായിരിക്കും. 1950 ശേഷം മരണം? അല്ല. അല്ല. അദ്ദേഹം 1900 ശേഷമാണോ മരിച്ചത്? അതെ. അതെ. 50 ശേഷം അല്ല എന്ന് പറഞ്ഞത്. അതെ. തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ്. അതെ. 1925 ശേഷം വരണം? യെസ് ആണ്. 1945 ശേഷം വരണം? നോ. സ്വരാജ് ഒരിക്കലും ഭഗത് സിംഗിനെ വിചാരിക്കില്ല എന്നെനിക്കറിയാം. വൈ? അത്ര ഡയറക്റ്റ് ആയിട്ട് സ്വരാജ് ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാൻ ഡയറക്റ്റാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് R എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു? നോ. ഇല്ല. ഭഗത് സിംഗ് മരിച്ച അതേ ദിവസം തന്നെയാണോ അദ്ദേഹവും മരിച്ചത്? നോ. ലോർഡ് വില്യം വൈലിയെ കൊല ചെയ്തത് അദ്ദേഹമാണ്? നോ. അല്ല. അല്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി എനിക്കൊരു ഉത്തരമേ പറയാൻ പറ്റൂ. ഐ വിൽ ഗോ ഫോർ എ വൈറ്റ് ഗസ്. ഭഗത് സിംഗ് മരിച്ച ആ ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ അത് രാജ്ഗുരുവല്ല, സുഖദേവല്ല. വില്യം വൈലിയെ കൊന്നയാളല്ലാത്തത് കൊണ്ട് തന്നെ അത് മദൻലാൽ ഡിങ്കറയല്ല, പ്രഫുല്ല ചാക്കയല്ല, ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. എന്നാൽ 25-ന് ശേഷമാണ് മരിച്ചതെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഖുദിറാം ബോസിലും സൂര്യസെനിലും ഒന്നും എൻ്റെ മനസ്സ് പോകേണ്ട കാര്യവുമില്ല. 45-ന് മുമ്പാണെന്ന് പറയുകയും ചെയ്തു. വളരെ പ്രധാനവും നിർണായകവുമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇനി ചോദിക്കാൻ അവസരവുമില്ല. മരിച്ചത് ഇന്ത്യയിൽ വെച്ചാണോ എന്ന് അത് ഇനി നിവൃത്തിയുമില്ല. എനിവേ, ഐ ആം ഗോയിങ് ഫോർ എ വൈറ്റ് ഗസ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് തൻ്റെ പേര് പിന്നീട് ഔദ്യോഗികമായി മാറ്റിയ ഉദ്ധവ്
ഉത്തം സിംഗ് ആണോ സ്വരാജിന്റെ മനസ്സിൽ? നോ നോ അല്ല. കൺഗ്രാറ്റുലേഷൻസ് സ്വരാജ്. ആരെയാ വിചാരിച്ചത്? ഫൗജ സിംഗ്. ഫൗജ സിംഗിനെയാണ് വിചാരിച്ചത്. വണ്ടർഫുൾ. ഫൗജ സിംഗിനെ മനസ്സിൽ വിചാരിക്കുന്നത് വഴി സ്വരാജ് എന്നെ പരാജയപ്പെടുത്തുകയും മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി. ഫൗജ സിംഗ്, വക്കം അബ്ദുൽ ഖാദർ, SP വർദ്ധൻ, അനന്തൻ നായർ എന്നിവർക്കൊപ്പം 1943 സെപ്റ്റംബർ 10 മദ്രാസിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട ധീരൻ. മലയയിൽ നിന്ന് റേഡിയോ വഴി സ്വാതന്ത്ര്യ സമരത്തിനായി ആഹ്വാനം നടത്തി എന്ന കുറ്റത്തിനാണ് തൂക്കിലേറ്റിയത്. ആ കൂട്ടത്തിൽ ബോണി സെയ്സ് പെരേരയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. INA-യുടെ സജീവ പ്രവർത്തകനായിരുന്നു ഫൗജ സിംഗ്. ശ്രീ സ്വരാജ് മനസ്സിൽ വിചാരിച്ചത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ഏടിന് കാരണക്കാരനായ വ്യക്തിയാണ്. മലയയിൽ നിന്നും ഭാരതത്തിലേക്ക് മടങ്ങി വന്ന അദ്ദേഹം കേരളത്തിലേക്കുള്ള വരവിലായിരുന്നു. വക്കത്ത് അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രവർത്തനങ്ങൾ, അബ്ദുൽ ഖാദറുമായുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്നതിനിടയിൽ തിരൂരിനും താനൂരിനും ഇടയിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായി. എന്നിട്ട് അന്നത്തെ മദിരാശിയിലെ സെൻട്രൽ ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പിലാക്കുന്നത്. മനോഹരമായ തിരഞ്ഞെടുപ്പ്, സ്വരാജിൻ്റെ വിജയം അത്യുജ്വലം. അങ്ങനെ വിജയിക്കണ്ടേ പഠിക്കാനും പോരാടാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനവും അതിൻ്റെ അമരക്കാരനും. സോ സ്വരാജ്, ഇക്കുറി സംഭവമാണ് മനസ്സിൽ. സ്വരാജ് വിചാരിച്ച സംഭവം അംഗീകരിക്കപ്പെടാവുന്ന ഒന്നാണോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? തീർച്ചയായും അപ്രൂവ്. ശബ്ദത്തിന്റെ ലക്ഷ്മി പറയുന്നു തീർച്ചയായും. നിമ്മി സഹായിക്കാൻ തയ്യാറാണ്. 5 തവണ 6 തവണയല്ല, ഇക്കുറി 7 തവണ സഹായിക്കണം. റെഡി? റെഡി. പ്ലീസ്. സ്വരാജ്, ഞാൻ പലപ്പോഴും ചിത്രശലഭങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ചിത്രശലഭങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ചിത്രശലഭത്തിന് പിറകെ അതിനെ പിടിക്കാൻ വേണ്ടി പോയാൽ അതൊരിക്കലും പിടിതരില്ല. അത് വഴുതി മാറി എങ്ങോട്ടോ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ചിത്രശലഭത്തിന് പിറകെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ വളരെ ശാന്തമായ ഒരു മാനസികാവസ്ഥയിൽ ഏകാന്തമായ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മളറിയില്ല നമ്മുടെ തോളിൽ, നമ്മുടെ തലയിൽ, നമ്മുടെ കയ്യിലൊക്കെ ആ ചിത്രശലഭം വന്ന് വിശ്രമിക്കുകയും ചെയ്യും. പിന്നാലെ പോയാൽ പിടിതരാത്ത ഒരു ചിത്രശലഭമാണ് പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സ്, അല്ലേ? തീർച്ചയായും. തുടങ്ങാം. സംഭവബഹുലമായ, സമരബഹുലമായ, സമരസങ്ങൾ ഇല്ലാതെ സമരം ചെയ്യുന്ന സ്വരാജ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം പറയാം. ചോദ്യങ്ങളിലേക്ക് പിന്നെ പോവാം. അതിനു മുൻപ് വേദനിപ്പിക്കുന്ന സംഭവമാണോ ചോദിക്കുന്നത്? എന്തു ആകാം. അമ്മയുടെ മരണം, അമ്മയുടെ വേർപാട്. സ്വരാജ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. റെഡി, സ്റ്റഡി, ഗോ. സ്വരാജ് വിചാരിച്ചത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതായത് സംഭവങ്ങളുടെ കാര്യത്തിൽ ഈ പുരുഷൻ സ്ത്രീ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അതുപോലെ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം ചില സംഭവങ്ങൾ നല്ലതാണ്, ചീത്തയാണ്. ചില സംഭവങ്ങളാകട്ടെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് നല്ലത്, ചിലർക്ക് ചീത്തയുമാണ്. അപ്പോൾ ഇത് കൃത്യമായി നല്ലതെന്നോ ചീത്തയെന്നോ സമൂഹത്തിന് നിർവചിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണോ എന്നാണ് എൻ്റെ ചോദ്യം. നോ, ഇത് നല്ല സംഭവം അല്ല. അല്ല 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 അതായത് പൊതുവായി ഇതൊരു നല്ല സംഭവം അല്ല. ഓക്കെ, അതൊരു ഇന്ത്യയിൽ നടന്നൊരു സംഭവം അല്ല. അല്ല. ഏഷ്യയിൽ നടന്നൊരു സംഭവമാണോ? അല്ല. 1950 ശേഷം നടന്ന സംഭവം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടതാണോ സംഭവം? അതെ. ആണ്. അതെ. രാഷ്ട്രീയം? അതെ. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് അല്ലേ? എന്നാൽ നല്ല സംഭവം അല്ല എന്ന് പറഞ്ഞു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണോ നടന്നത്? അല്ല. യൂറോപ്പിൽ അല്ല എന്ന് പറഞ്ഞു, ഏഷ്യയിലല്ല എന്ന് പറഞ്ഞു, അമേരിക്കൻ യൂറോപ്പിലല്ല എന്ന് പറഞ്ഞില്ല, യൂറോപ്പിലല്ല. അല്ല, ഞാനിപ്പോ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് പെടുത്തിയതാ. 1950 ശേഷമാണ്. 1980 ശേഷമാണ്. 1980 ശേഷമാണ്. അല്ല. അല്ല.
ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്? യെസ്. ഒരാളുടെ മരണമാണ് ആ സംഭവം അല്ലേ? യെസ്. ശിക്ഷാവിധിയിൽ അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെടുക അത്തരത്തിലുള്ളൊരു മരണമാണോ? അല്ല. അല്ല. ആ സംഭവം നടന്നത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണോ? അല്ല. 1980 ശേഷമാണോ എന്ന് ചോദ്യത്തിന് താങ്കൾ എന്താ പറഞ്ഞത്? അല്ല, അല്ല, അല്ല എന്നാണ് അല്ല പറഞ്ഞത്. 80 ശേഷം അല്ല എന്ന് പറഞ്ഞു. പക്ഷെ 50 ശേഷമാണെന്നും ആണെന്നും പറഞ്ഞു. ഘാന, ഈജിപ്ത്, സാംബിയ, സിംബാബ്വെ ഇതിലൊന്ന് ഒരു രാജ്യത്തിൽ വെച്ചാണോ ആ സംഭവം നടന്നത്? നോ. കെനിയ, സൗത്ത് ആഫ്രിക്ക ഇതിലൊന്നുമല്ലാണോ ആ സംഭവം നടന്നത്? യെസ്, ഓഫ് കോഴ്സ്. കെനിയയിലാണ്. നോ. ഒരു പുരോഗമന ചിന്തയുള്ള പോരാളിയായ ഒരു വിപ്ലവകാരിയുടെ മരണമാണോ ആ സംഭവം? അപ്പോൾ നമ്മൾ പാട്രീസ് ലുമുമ്പെ വിപ്ലവകാരി എന്ന് വിളിക്കാൻ പറ്റും, ജോമോ കെനിയാത്തെ വിപ്ലവകാരി എന്ന് വിളിക്കാൻ പറ്റും, ക്രിസ്ത്യാനി വിപ്ലവകാരി എന്ന് വിളിക്കാൻ പറ്റും, മണ്ടേല വിപ്ലവകാരി എന്ന് വിളിക്കാൻ പറ്റും. ആ തലത്തിൽ ആണ് ചോദ്യമെങ്കിൽ അല്ല. അല്ല. താങ്കൾ വിചാരിച്ച സംഭവത്തിന് കാരണമായ അല്ലെങ്കിൽ ആ സംഭവത്തിന് ഇടയായ രീതിയിൽ കൊല്ലപ്പെട്ട മരിച്ച വ്യക്തി അദ്ദേഹം വർണ്ണവെറിക്കെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു മനുഷ്യനായിരുന്നു. വാസ് ഹി എ ഫ്രീഡം ഫൈറ്റർ? ഡയറക്റ്റ് ഫ്രീഡം ഫൈറ്റർ. ഡയറക്റ്റ് ഫ്രീഡം ഫൈറ്റർ ആയിക്കോട്ടെ. നമ്പർ 17 അദ്ദേഹം സ്വന്തം രാജ്യത്തിൽ വെച്ചാണോ കൊല്ലപ്പെട്ടത്? യെസ്. യെസ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? നോ. എൻ്റെ അവസാന ചോദ്യം, അദ്ദേഹം ഈ വേൾഡ് പീസിനോ സമാധാനത്തിനോ ശാന്തിക്കോ അതിൻ്റെ വാസ് ഹി എവർ ആൻ അപ്പോസ്റ്റൽ ഫോർ പീസ്, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അപ്പോസ്റ്റലിനായി മാറിയിട്ടുണ്ട്? ഇല്ല. നോ. ബുത്തലേസിയെയും ക്രിസ്ത്യാനിയെയും മൊളോയിസിനെയും ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ മുമ്പേ ഉള്ള ഒരാളിനെ തന്നെ വേണമായിരുന്നു സ്വരാജിനെ വിചാരിക്കാൻ. 80 മുമ്പേ 50 ഇടയിൽ ശേഷം എന്നല്ലേ പറഞ്ഞത്? ബിറ്റ്വീൻ ഞാൻ ഈ കിടന്ന ആവശ്യമില്ലാതെ കൺഫ്യൂസ്ഡ് ആയി. 50 ശേഷം 80 മുമ്പെന്നല്ലേ പറഞ്ഞത്? എനിക്കറിയില്ല. കൺഗ്രാറ്റുലേഷൻസ് കോംറേഡ്. മിർ റിയൽറ്റേഴ്സിന്റെ 50,000 രൂപ സഖാവ് സ്വരാജിന് പറയും. ഹെക്ടർ പീറ്റേഴ്സൺ, അദ്ദേഹം 13 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി. ആഫ്രിക്കാൻസ് ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനായി നടന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെ നേതൃത്വമായിരുന്നു. അദ്ദേഹം പഠിച്ച ഹൈസ്കൂളിൽ നിന്നും 10,000 വിദ്യാർത്ഥികളുടെ പ്രകടനം ഓർലാൻഡോ സ്റ്റേഡിയത്തിലേക്ക് പോയി കൊണ്ടാണ് ചരിത്രപ്രസിദ്ധമായ സമരം. അതിന് നേരെയുണ്ടായ വെടിവയ്പ്പിലാണ് 23 പേർ കൊല്ലപ്പെട്ടു. സ്വതന്ത്രമായി സംസാരിക്കാൻ ഞങ്ങൾക്കിഷ്ടമുള്ള ഭാഷ വേണം, ഞങ്ങൾക്കിഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാനുള്ള അവകാശം വേണം എന്ന നിർബന്ധത്തോടെ പോരാടിയ ലോകത്തിലെ ഏറ്റവും പ്രമുഖവും ഏറ്റവും ആദ്യത്തേതും എന്ന് പറയാവുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു ഹെക്ടർ പീറ്റേഴ്സ്. ഇന്ന് ആഫ്രിക്കയിൽ ശിശുദിനം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അത് ആഫ്രിക്കയിലെ എന്നാണ് ഡേറ്റ്? ജൂൺ 16. 1976 ജൂൺ 16 ആഫ്രിക്കയിൽ നടന്ന വിദ്യാർത്ഥി സമരം. സ്വതന്ത്ര ഭാഷയിൽ സംസാരിക്കുവാൻ വേണ്ടി 1976 ജൂൺ 16 ഓർലാൻഡോ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സമരം 13 വയസ്സുകാരനായ ഹെക്ടർ പീറ്റേഴ്സൺ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് ഇടയാക്കി. ഇതേക്കുറിച്ച് കവിത എഴുതിയതിനാണ് ബെഞ്ചമിൻ മൊളോയിസിനെ തൂക്കിലേറ്റിയത്. പ്രിട്ടോറിയ ഭരണകൂടത്തിന്റെ അധീശത്വത്തിനെതിരെ ജനമനസ്സിൽ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റായിരുന്നു ഈ സമരം. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 13 വയസ്സായി. ഹെക്ടർ പീറ്റേഴ്സിനെ കുറിച്ച് കവിത എഴുതിയ ഒരു മനുഷ്യനുണ്ട് ആഫ്രിക്കയിൽ. പിന്നീട് കഴുകുമരത്തിലേറി എൻ്റെ രക്തം മഴയായി പെയ്യുമെന്ന്, നിന്റെ രക്തം എൻ്റെ രക്തം മഴയായി പെയ്യുമെന്ന് എഴുതിയ എൻ്റെ രക്തം മഴയായി പെയ്യുമെന്ന് എഴുതിയ ബെഞ്ചമിൻ മൊളോയിസ്. വെരി ഗുഡ്, വണ്ടർഫുൾ സെലക്ഷൻ. സോ സ്വരാജ്, നമ്മളിനി ഒരു സ്ഥലത്തിലേക്കാണ് കടന്നത്. തുടങ്ങാം. സ്വരാജ് വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്.
നോ. യൂറോപ്പ്? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ ആ സ്ഥലം? അവരോട് ചോദിക്കണം. ചോദിക്കണം. ഇത് രാജ്യത്തിന്റെ പേരോ ഒരു സിറ്റിയുടെ പേരോ ആണ്? ആ പ്ലേസ് ഒരു രാജ്യമോ നഗരമോ ആണോ? ഇസ് എ സിറ്റി ലൈക്ക് എ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന പോലെ അല്ല. USA-യിലാണോ ആ സ്ഥലം? നോ. അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ ഈ രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? യെസ്. അർജന്റീനയിലാണ്? നോ. ബ്രസീലിലാണ്? നോ. ക്യൂബയിലാണ്? യെസ്. ലോകപ്രശസ്തനായ ഒരു വ്യക്തി ജനിച്ചതാണോ ആ സ്ഥലത്തിന്റെ പ്രത്യേകത? നോ. നോ. ഏതെങ്കിലും പ്രശസ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടാണോ ആ സ്ഥലം പ്രസക്തമായത്? നോ. നോ. വ്യവസായം, വ്യാപാരം, രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്ക് കാരണം? രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പ്രത്യേകത നേടിയ ഒരു സ്ഥലം? യെസ്. യെസ്. ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിനോ ഒരു സമരത്തിനോ ഒരു രക്തസാക്ഷിത്വത്തിനോ കാരണമായ സ്ഥലം? യെസ്. ആ സ്ഥലം മലനിരകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണോ? നോ. നോ. അല്ല. അതൊരു ഗ്രാമപ്രദേശമാണോ? ലോകപ്രശസ്തനായ ഒരു വിപ്ലവ കവി, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വിപ്ലവ കവിത ഈ സ്ഥലത്തെക്കുറിച്ച് എഴുതിയതാണോ? ഇല്ല. 1950 ശേഷം നടന്ന ഒരു സംഭവമല്ലേ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ പ്രാധാന്യത്തിന് കാരണം? അത് 1980 ശേഷം നടന്നതാണോ? നോ. അല്ല. അത് ഏകാധിപത്യത്തിന്റെ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രവണതകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പോരാട്ടമായിരുന്നില്ലേ ഈ സ്ഥലത്ത് പ്രസക്തമാക്കിയ സംഭവം? നോ. നോ. ഒരു വ്യക്തിയുമായി ബന്ധമുണ്ടോ ഈ സ്ഥലത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അത് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടമല്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല സംഭവമാണ്. യെസ്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. ഈ എല്ലാ കാലത്തും വിദ്യാർത്ഥി വർഗവും യുവജനവർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കമ്പം സ്വരാജിന് തോന്നാറുണ്ടല്ലേ? യെസ്, ബട്ട് ഐ തിങ്ക് they have no connection. എന്താ? അല്ല, ഇതല്ല ഞാൻ ചോദിച്ചത്. പൊതുവെ 1970 ശേഷം ഉണ്ടായതാണോ ആ പൊളിറ്റിക്കൽ റീസൺ? നോ. അല്ല. യൂണിഫോമുമായി ബന്ധമുണ്ടായിരുന്നു ആ സംഭവത്തിന്? യെസ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഒരേ വേഷം ധരിച്ച ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു ആ സംഭവത്തിന് എന്നാണ്. യെസ്. ഒരേ വേഷം ധരിക്കുന്നത് പൊതുവെ സൈന്യമൊക്കെയാണല്ലേ? ഡെഫിനറ്റ്ലി. അല്ല, ഈ പട്ടാളക്കാരൊക്കെ അല്ലേ ഒരേ വേഷം ധരിക്കുന്നത്? അങ്ങനെ ആവണമെന്നില്ല. സ്വരാജ്, കൺഗ്രാറ്റുലേഷൻ. ഈ ഡീകൂപ്പും അട്ടിമറികളും ഭ്രഷ്ടരാക്കാനുള്ള നീക്കങ്ങളും ലോകത്തിൽ എല്ലാ കാലത്തും എല്ലായിടത്തും നടത്തി. സ്വരാജ്, താങ്കൾ വിജയിച്ചിരിക്കുന്നു. താങ്കൾ വിചാരിച്ച സ്ഥലം ഏതാണ്? ബേ ഓഫ് പിഗ്സ്. എന്തുകൊണ്ടാണ് ആ സ്ഥലം വിചാരിച്ചത്? ക്യൂബൻ റവല്യൂഷന് ശേഷം അമേരിക്കൻ CIA ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ക്യൂബയെ അട്ടിമറിക്കാൻ നീക്കമായിരുന്നു. അധികാരത്തിൽ നിന്ന് ക്യൂബയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഗമന ഭരണത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്കൻ ചാരസംഘടനകൾ, സാമ്രാജ്യത്വ ശക്തിയുടെ ചാരസംഘടന നടത്തിയ അത് പരാജയപ്പെടുത്താൻ ക്യൂബയ്ക്ക് ഏറ്റവും വലിയ ശ്രമമാണ് അത് പരാജയപ്പെട്ടത് വിശുദ്ധമായ ഒരു ചിന്തയ്ക്കും ഒരു പോരാട്ടത്തിനും തകർക്കാൻ കഴിയുന്നത് ഏത് സാമ്രാജ്യത്തിനെയുമാണ് എന്ന വിശകലനം കൊണ്ട് തന്നെയാണ് അല്ലേ? അത് തന്നെയല്ലേ വിയറ്റ്നാമിലും സംഭവിച്ചത്? യെസ്, പേൾ ഹാർബർ. സ്വരാജ്, കൺഗ്രാറ്റുലേഷൻ.